ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എസ്കേപ്പ് ഫ്രം ആൽക്കട്രാക്സ് എന്ന മൂവിയുടെ 4K അൾട്രാ HD ഡിസ്കിൻ്റെ റിവ്യൂ ആണ്. ഈ മൂവി ആക്ച്വലി 1979 റിലീസ് ചെയ്തത്. അത് ഏകദേശം 46 വർഷം പഴക്കമുണ്ട് ഈ മൂവിക്ക്. സ്റ്റിൽ ഒരു പ്രിസൺ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു തീമിൽ, അതായത് ഒരു ജയിൽ ബ്രേക്ക്, ഇതിനൊരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കാറ്റഗറിയിൽ പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ് എസ്കേപ്പ് ഫ്രം ആൽക്കട്രാക്സ്. കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ, അതായത് US കാലിഫോർണിയയിൽ ഒരു ഐലൻഡിലാണ് ആൽക്കട്രാക്സിലുള്ള പ്രിസണിൽ നിന്ന് റിയൽ ഇൻസിഡൻ്റ് ആയിട്ട് 3 പ്രിസണേഴ്സ് എസ്കേപ്പ് ആവുന്നതും അതിനെ ബേസ് ചെയ്ത് വന്ന ഒരു നോവലിനെ സിനിമയാക്കിയതുമാണ് ഈ സംഭവം. ഡോൺ സീഗലാണ് ഡയറക്റ്റ് ചെയ്തത്. ക്ലിൻറ്റ് ഈസ്റ്റ്വുഡാണ് മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ മൂവിയെ പറ്റി പറയുവാണെങ്കിൽ ജയിൽ ബ്രേക്കിന് ഏറ്റവും സട്ടിലായിട്ട് കാണിച്ചിട്ടുള്ള മൂവിയാണ്. അതായത് ഒരു ഡ്രാമയോ സീൻസോ ഒന്നുമില്ല. ഇപ്പോൾ സ്പൂൺ ഫീഡിങ് സീൻസോ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്ലോറേഷൻ ഓവറായിട്ട് പറഞ്ഞു തരുമോ ഒന്നുമില്ല. സട്ടിലായിട്ട് പറഞ്ഞു പോകും. ഒരുപാട് ഇപ്പോൾ എൻഡിങ് ആണെങ്കിൽ കൂടി, ഇപ്പം ജയിൽ ബ്രേക്ക് മൂവിയിൽ എൻഡിങ് എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, അത് കഴിഞ്ഞിട്ട് പോലും അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു നോട്ട്സ് മാത്രമേ കാണിക്കൂ. അതായത് എസ്കേപ്പ് ആയവരുടെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല. ലൈക്ക് ഇതൊരു ഐലൻഡാണ്, ചുറ്റും വെള്ളം, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം അതിൽ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയുന്നത് ആ ജയിലിൽ നിന്ന് ആരും ഇതുവരെ എസ്കേപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് നടന്നു കഴിഞ്ഞ ശേഷം 1 വർഷത്തിനകത്ത് ഈ ജയിൽ ക്ലോസ് ചെയ്യുവാണ്. ഇത്രയും ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ സിനിമയാക്കിയിട്ട് അതിപ്പോഴും ഒരു ക്ലാസിക് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് 46 വർഷം കഴിഞ്ഞിട്ടും സ്റ്റിൽ ഒരു ക്ലാസിക് മൂവി തന്നെയാണിത്. ഈ ട്രാൻസ്ഫറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഇതിന് മുന്നേ ബ്ലൂറേ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലൂറേയിൽ ഡോൾബി ഓഡിയോ മാത്രമേ ഉള്ളൂ. ഡോൾബി ട്രൂ HD ഓഡിയോ ആണ് വന്നത്. ഈ കീനോ ലോബറിൻ്റെ ട്രാൻസ്ഫറിലാണ്. ഇത് അതായത് കിനോ ലോബർ ആക്ച്വലി ഒരു പാരമൗണ്ടിൻ്റെ 4K സ്കാൻ എടുത്തിട്ട് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്സ്കെയിൽഡോ ഒന്നുമല്ല. ഡോൾബി വിഷനും HDR എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 4K ഡിസ്ക് റീജൻ ഫ്രീയും, കൂടെ വരുന്ന ബ്ലൂറേ അത് കിനോ ലോബറിൻ്റെ തന്നെ ബ്ലൂറേ റീജൻ A ലോക്ക്ഡോ ആണ്. അതിലും DTSൻ്റെ മാസ്റ്റർ ഓഡിയോ 5.1 വരുന്നുണ്ട്. 4Kയിലും DTSൻ്റെ മാസ്റ്റർ ഓഡിയോ 5.1 തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂവി DTSൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ ഈ കീനോയുടെ ട്രാൻസ്ഫർ മാത്രമാണ്. ഇനി ഓഡിയോയുടെ സൈഡിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 5.1 വന്നു എങ്കിൽ കൂടി ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓഡിയോ ഡയലോഗ് സൈഡിൽ മാത്രമാണ്. ഇപ്പോൾ സറൗണ്ട് ആക്ടിവിറ്റി എന്ന് പറയാനായിട്ട്, ഇപ്പം ബീച്ച് കാണിക്കുന്ന സമയത്ത് വേവ്സിൻ്റെ സൗണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ജയിലാകുമ്പോൾ എന്തെങ്കിലും സൈറൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ നമുക്ക് സറൗണ്ടിലധികം കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഫുഡ് സ്റ്റെപ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു ചെറിയ അല്ല, നമുക്കൊരു വലിയൊരു കൊമേഴ്ഷ്യൽ മൂവിയിൽ മിക്സ് ചെയ്യുന്ന പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സറൗണ്ട് ആക്ടിവിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഡയലോഗ്സ് നല്ല ക്ലിയർ ആണ്. എനിക്ക് തോന്നുന്നു മുന്നേ ഉള്ള ഡോൾബി ട്രൂ HD എന്ന് പറയുന്ന ആ ഫോർമാറ്റിൽ കാണുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും പ്രിഫർ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഇനി വീഡിയോ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഇതൊരു പ്രോപ്പർ ട്രാൻസ്ഫർ തന്നെയാണ്. അതിൻ്റെ കൂടെ ഡോൾബി വിഷൻ്റെ ഡിഫറൻസ് നല്ലപോലെ അറിയാൻ പറ്റും. അതായത് കളറിങ്ങിലാണ് അറിയാൻ പറ്റുന്നത്. ഈ സൺറൈസ് സീൻസ്, ഞാനൊരു സാമ്പിൾ കാണിക്കാം. സൺറൈസിൻ്റെ ഈ സെയിം സാധനം ബ്ലൂറേയിൽ കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. പ്രശ്നമുള്ള ഡ്രസ്സിങ് എല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കും. പക്ഷേ അതേസമയം സെയിം സീൻ നമ്മളിപ്പോൾ ബ്ലൂറേയിലും 4Kയിലും മാറ്റിയാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കളറിൽ വ്യത്യാസം അറിയാൻ പറ്റും. ഈ സിനിമ സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഒരു ജയിലിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് ടോൺ എപ്പോഴും കാണാം. നമുക്ക് ഈ ഡോൾബി വിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാർക്ക് കളറിങ്സിലെല്ലാം നല്ല പോലെ യൂസ് ആവും. പക്ഷേ ഇതിലെ ലാസ്റ്റ് ഒരു പോർഷൻ ഉണ്ട്, 10 മിനിറ്റ് ഒരു എസ്കേപ്പ് സീന്. ഈ എസ്കേപ്പ് സീനിൽ ബ്ലൂറേയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വിസിബിലിറ്റി ഉള്ള പോലെ തോന്നി. കാരണം ഈ 4Kയിൽ വന്നപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ഡാർക്കായി. അതായത് പ്രോപ്പറായിട്ട് ഇവിടെ ഡാർക്ക് വരണം. അതായത് ആ സീൻ എടുത്തേക്കുന്നതേ പ്രോപ്പറായിട്ട് ഡാർക്കിലാണ്. അതായത് കുറച്ച് വിസിബിലിറ്റി മാത്രം മതി എന്നുള്ള പോലെയാണ്. അപ്പോൾ ബ്ലൂറേ നോക്കുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നി ആ ഒരു പർട്ടിക്കുലർ സീനിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങളിതൊരു ഈ മൂവി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കീനോയുടെ ഈ ട്രാൻസ്ഫർ തന്നെ കാണാൻ ശ്രമിക്കുക. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു മൂവിയായിട്ട് കാണാം. ബൈ.